അച്ഛൻ ആക്സിഡന്റ് ആയപ്പോൾ എൻ്റെ ആഹാരം കഴിപ്പ് മുട്ടിപ്പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. നേരെ ചെന്നപ്പോൾ കാക്കിലും മുന്തിരി ഇരിക്കുന്നുണ്ട്. അതിലൊരു 10 ഗ്രാം അവന് കൊടുത്തേച്ച് ബാക്കി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഞാനങ്ങ് കഴിച്ചു. മുന്തിരി തീരുന്തോറും എൻ്റെ വിശപ്പ് കൂടി വരുന്നോണ്ടെന്ന് എനിക്ക് സംശയം തോന്നി. അതുപോലെ തന്നെ ശരീരമാണെങ്കിൽ ക്ഷീണിച്ചും തുടങ്ങി. അപ്പോഴാണ് അമ്മ ജയഭാരതി വയനാട്ടിൽ പോയി കുറച്ച് മുട്ടപ്പഴം അവിടെ നിന്ന് കൊണ്ടുവന്ന കാര്യം ഓർമ്മ വന്നു. അപ്പൊ പിന്നെ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുളിച്ചു പറിച്ചു. ഇന്നൊരു ഹോസ്പിറ്റൽ റീൽ റിയാക്ഷൻ ആണ് സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹോസ്പിറ്റലിലും റീലോ എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അധികം ചിന്തിക്കേണ്ട, അങ്ങനെയൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലിൽ എന്നല്ല, കക്കൂസിന്ന് വരെ നമ്മൾ റീൽ എടുക്കും. ആരാണ് ചോദിക്കാൻ വരുന്നത് നമുക്ക് കാണണമല്ലോ. ഇതും ഇതിനപ്പുറം ഇവിടെ നടക്കും, നടത്തിയിരിക്കും. പിന്നെ സാറ ജോസഫ് ആൻഡ് അജിൻ റെജി, ഇവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പലരും അറിയുന്നുണ്ടാകും ഇവരെ. ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് രണ്ടുപേരും. കുറെ കാലം ലിവിങ് ടുഗദർ ഒക്കെ ആയിട്ട് ജീവിച്ചു. പിന്നെ കല്യാണമൊക്കെ കഴിച്ച് സെറ്റായി പോവുകയായിരുന്നു രണ്ടുപേരും. അതിനിടയിലാണ് സാറ ജോസഫിന് എല്ലാമായ ചാച്ചൻ അജിൻ റെജിക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നത്. എന്ത് പറയാനാണ്, ആക്സിഡന്റിൽ ആശാന്റെ കാലൊക്കെ ഒടിഞ്ഞു, സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഹോസ്പിറ്റലിലായ സമയത്ത് നമ്മുടെ സാറ ചേച്ചി എന്താക്കി, ഹോസ്പിറ്റൽ ജീവിതവും ഒരു വ്ളോഗാക്കി മാറ്റി. വെറും വ്ളോഗല്ല, കോമഡി വ്ളോഗ്. ആ വ്ളോഗ് കണ്ടാണെങ്കിൽ ചാസ്റ്റൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് തന്നെയാണോ അതോ രണ്ടാളും കൂടി പിക്നിക്കിന് പോയതാണോ എന്ന് സംശയം തോന്നുന്നു. അമ്മാതിരി വ്ളോഗാണ് എടുത്തു വെച്ചേക്കുന്നത്. എന്തായാലും അധികം വൈകുന്നില്ല, നമുക്ക് സാറയുടെയും ചാച്ചന്റെയും ഹോസ്പിറ്റൽ വ്ളോഗുകളൊന്ന് കണ്ടുനോക്കാം. അമ്മായിപ്പനെയും അമ്മായിമ്മയും കൂടെ കഴിഞ്ഞ ദിവസം വയനാട്ടിലോട്ട് പറഞ്ഞു വിട്ടാൽ മാത്രമേ എനിക്കും ചാച്ചനും ഓർമ്മയുള്ളൂ. വീട് തിരിച്ചു വെക്കലെന്ന് പറഞ്ഞാൽ നേരെ പറമ്പിലോട്ടങ്ങ് ഇറങ്ങി. വീട് തിരിക്കലെന്ന് പറഞ്ഞുകൊണ്ട് പറമ്പിൽ ഇറങ്ങിച്ചായിരിക്കും. മുണ്ടും പിണ്ടിയും വെട്ടി കൊലയും തൂക്കി നേരെ പോയത് തേണ്ട പിന്നെ ഇങ്ങോട്ടത്തേക്കാ. വീട് തിരിക്കാൻ പറ്റാത്തോണ്ട് നേരെ റോഡിൽ പോയി അങ്ങ് ചരിഞ്ഞിടും. വയനാട്ടിൽ നേരെ തിരിച്ചു തേണ്ട ജയഭാരതിക്ക് ഇങ്ങ് തിരിച്ചെത്തി. ഇനി അവൻ 6 മാസത്തേക്ക് ബഷീറുണ്ടോ നോക്ക്, മുഖം നല്ല ചക്കരമുണ്ടം പോലിരിക്കുന്നു. എന്നാലും ആ ചാച്ചന്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി എങ്ങനെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞു സാറേ, മുഖം ചക്കരമുണ്ടം പോലെ ഇരിക്കുന്നു എന്നൊക്കെ. ആക്സിഡന്റും പറ്റി കാലും ഒടിഞ്ഞ് മുഖവും പൊളിഞ്ഞിരിക്കുന്ന ആളെ കുറിച്ചാണ് ഈ പറയുന്നത്. മുഖം പൊളിഞ്ഞത് കൊണ്ട് ഇനി ഒരു മാസത്തേക്ക് പല്ല് തേക്കണ്ടെന്നൊക്കെ. ഈ ഒരു സമയത്തും ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാനുള്ള സാറയുടെ കഴിവ് നിങ്ങൾ ആരും കാണാണ്ട് പോരുത്. മുഖം പൊളിഞ്ഞാൽ എന്താ, ഒരു മാസത്തേക്ക് പല്ലേക്കണ്ടല്ലോ. കാലൊടിഞ്ഞാൽ എന്താ, ഇനി ഒരു മാസത്തേക്ക് നടക്കണ്ടല്ലോ. ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇതിപ്പോ ലാഭമായല്ലോ. ബാക്കി കണ്ടോക്കെ എന്തായാലും. ഇതൊരു 3 ലക്ഷം രൂപയുടെ ചരിവ് വാങ്ങി ചരിഞ്ഞത് കണ്ടോ. അവസാനം ഐസിയുലൊക്കെ കയറ്റി എല്ലാരും കഥ പറച്ചിലൊക്കെ തുടങ്ങി. അമ്മ അതിന്റെ ഇടയ്ക്ക് വേണ്ട കഥാപ്രസംഗമൊക്കെ ഇവിടെ നടത്തുന്നു. ആഹാ, കൊള്ളാലോ. അമ്മയും കൊള്ളാം, മോനും കൊള്ളാം, മരുമോളും കൊള്ളാം. നല്ല വൈബ് ഫാമിലി തന്നെ. എന്നാലും 300 രൂപയുടെ പലക്കുഴ വിൽക്കാൻ പോയിട്ട് 3 ലക്ഷത്തിന് പണി വാങ്ങിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അമ്മ കഥാപ്രസംഗം നടത്തിയെങ്കിൽ ഞാൻ കുറ്റം പറയൂല. ഇതൊക്കെ കാണുമ്പോ ആരായാലും മിനിമം ഒരു കഥാപ്രസംഗെങ്കിലും നടത്തി പോകും. ബാക്കി കണ്ടോക്കെ എന്തായാലും. അങ്ങനെ ചാച്ചൻ തിരിച്ചിറങ്ങിയപ്പോ ഒറ്റ ചോദ്യമായിരുന്നു, മോനെ കംഫർട്ടബിൾ അല്ലേ? അങ്ങനെ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലോട്ട് വന്നു. ഈ കാല് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ഡിസൈൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആണെങ്കിൽ മാർക്കറും ഒന്നുമില്ല. അങ്ങനെ ഞാനൊരു ഡിസൈനും കൊടുത്തു. അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് കുട്ടപ്പനും പെടലിയും വന്നു. ചാച്ചനെ കാണാൻ കംഫർട്ടബിൾ ആണെന്ന് അറിയണമല്ലോ. പിന്നെ ആശുപത്രി ആയാലും ഓറഞ്ചും ആപ്പിളും മസ്റ്റ് ആണല്ലോ. ചാച്ചന്റെ വിചാരം അവനെ ഏതാണ്ട് ടൂർ കൊണ്ട് നിൽക്കുന്ന ടിവിക്ക് ആഹാരത്തിന് ആഹാരം. വന്നവരെയും പോയവരൊക്കെ ഈ വീഡിയോയിൽ എടുക്കാൻ പോയി വീഡിയോ ഒന്ന് തീരുത് നോക്ക്. കഴിഞ്ഞ കാലത്ത് ഇവനെ ഏതാണ്ട് ശത്രുത ഉള്ള പോലെ ഈ 2 കൈയും വെച്ചിട്ട് ഇവനിത് കഴിക്കുന്നത്. കൈ വയ്യെങ്കിലും കൈപ്പിനൊന്നും ഒരു കുറവും. ഇങ്ങനെ ചില കാര്യങ്ങളോടെ ഇവൻ നീതി പുലർത്തുന്നത് കണ്ടോ. നോക്ക്, കവർ തന്നെ മടിച്ച് നക്കി വെച്ചിരിക്കുന്നു. ഇതോടെ തീർന്നില്ല, അടുത്ത സാധനം കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ. എന്തായാലും ഒരു ഫീൽ ഗുഡ് മൂവി കണ്ട ഫീല്. ഒരു സത്യനന്ദിക്കാട് സിനിമ പോലുണ്ട് അല്ലെ. ഇത് വല്ല ലോഹിതദാസുമാണ് ഡയറക്ട് ചെയ്തതെങ്കിൽ വൻ ദുരന്തമായേനെ. ചാച്ചന് കാലൊടിയുന്നു, ഓപ്പറേഷന് പണമില്ലാതെ സാറ് നെട്ടോട്ടം ഓടുന്നു, പണം അടിക്കാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ചാച്ചനെ പുറത്താക്കുന്നു. അങ്ങനെ എന്തൊക്കെ കാണേണ്ടി വരുമായിരുന്നു. ഇതിപ്പോ എന്താ ഒരു വൈബ്. എല്ലാരും കൂടി ഊട്ടിയിലേക്ക് ടൂറ് പോയ പോലുണ്ട്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കാനുമാണ് ഒരു ഭാഗ്യം. എന്തായാലും അടുത്ത വീഡിയോ കണ്ടോക്കാം. അച്ഛൻ ആക്സിഡന്റ് ആയപ്പോൾ എന്റെ ആഹാരം കഴിപ്പ് മുട്ടിപ്പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അയ്യോ, സാറാമ്മ കരയുന്നു. ഏയ്, എന്റെ സാറാമ്മ ഇങ്ങനെയല്ല. സാറാമ്മ കരിയില്ല, സാറമ്മക്ക് കരിയാൻ അറിയില്ല. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു ദൈവമേ. ചിലപ്പം പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ ഒന്ന് ഓർത്ത് കരഞ്ഞു പോയതാവും അല്ലെ. പാവണ്ട്. ബാക്കി കണ്ടോക്കെ എന്തായാലും. ആ പേടിയിൽ നിന്ന് ധൈര്യം സംഭരിച്ച് ഞാൻ ചാച്ചന്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് തന്നെ അങ്ങ് നിന്ന് ഒരു പ്ലേറ്റ് ചോറ് കഴിച്ച് ആ ദിവസം അങ്ങ് തുടങ്ങി. തരക്കേടില്ലാത്ത കൂട്ടാനുള്ളതുകൊണ്ടായിരുന്നു നല്ലൊരു പിടി പിടിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ കുറച്ചേരം വിശ്രമിക്കാനിരുന്നു. പക്ഷേ എന്നിട്ടും വിശപ്പ് മാറാത്തോണ്ട് നേരെ ചെന്നപ്പോൾ കാക്കിലും മുന്തിരി ഇരിക്കുന്നുണ്ട്. അതിലൊരു 10 ഗ്രാം അവന് കൊടുത്തേച്ച് ബാക്കി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഞാനങ്ങ് കഴിച്ചു. മുന്തിരി തീരുന്തോറും എന്റെ വിശപ്പ് കൂടി വരുന്നോണ്ടെന്ന് എനിക്ക് സംശയം തോന്നി. അതുപോലെ തന്നെ ശരീരമാണെങ്കിൽ ക്ഷീണിച്ചും തുടങ്ങി. അപ്പോഴാണ് അമ്മ ജയഭാരതി വയനാട്ടിൽ പോയി കുറച്ച് മുട്ടപ്പഴം അവിടെ നിന്ന് കൊണ്ടുവന്ന കാര്യം ഓർമ്മ വന്നു. അപ്പൊ പിന്നെ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുളിച്ചു പറിച്ച് നോക്കി. അതും എടുത്ത് വെച്ച് എന്റെ ഒരു കുരുവും കിട്ടി. ഇടയ്ക്ക് ചാച്ചന്റെ ട്രിപ്പ് നോക്കുന്നു. അതിന്റെ കൂടെ കഴിപ്പ്. സാറാമ്മന്റെ ഈ കഴിപ്പ് കാണുമ്പോൾ ഒരു സംശയം. ചാച്ചന് പറ്റിയ ആക്സിഡന്റിന് പിന്നിൽ സാറാമ്മയുടെ കറുത്ത കാര്യങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഈ തീറ്റ കാണുമ്പോൾ ഇങ്ങനെ തോന്നിയതിൽ എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഗായ്സ്? ചാച്ചന് കൈയും കാലും അനക്കാൻ പറ്റാതെ കട്ടിലിൽ കിടത്തിയിട്ട് സാറാമ്മ മൂക്കുമുട്ട അടിച്ച് കയറ്റുന്നത് കണ്ടാൽ ആർക്കാരും സംശയം തോന്നിപ്പോകും. 1/4 കിലോ മുന്തിരിണ്ടായിട്ട് ചാച്ചന് വെറും 10 ഗ്രാമാണ് ഈ പെണ്ണ് കൊടുത്തത്. ചാച്ചന് ചോദിക്കാനും പറയാൻ ആരില്ലല്ലോ. അപ്പൊ പിന്നെ എന്തോ ആവാലോ. വെട്ടിയിട്ട വായത്തണ്ട് പോലെയല്ലേ കിടക്കുന്നത്. 10 ഗ്രാം മുന്തിരി കിട്ടിയ എന്നെ ലാഭം എന്ന് കരുതിയാൽ മതി. ബാക്കി കണ്ടോക്കെ എന്തായാലും.
അങ്ങനെ അതെല്ലാം കഴിച്ച് ഇങ്ങനെ നിന്നിട്ട് ഒന്നും ആയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാൽ പിന്നെ എലൈറ്റിന്റെ ബ്രെഡും ജാമും ഉണ്ട്, അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കഴിക്കാം. അപ്പം വയറിനും മനസ്സിനും കുറച്ച് ശമനം തോന്നി. അപ്പൊ ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കുടിച്ച് അതിനുണ്ടായിരുന്ന ജാമ് ചാച്ചന്റെ വായിൽ തള്ളിക്കയറ്റി സ്പൂൺ കഴുകാതെ അങ്ങനെ കിടന്ന് ഉറങ്ങി. ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എണ്ണീറ്റപ്പോ പിന്നെയും വെച്ചു. അപ്പോഴാ ഓർത്ത് അമ്മ ചാച്ചനെ കൊടുക്കാൻ കുറച്ച് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒരു ആപ്പിൾ അവന് കൊടുത്തിട്ട് ബാക്കിയെല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിയിട്ട് ഞാനങ്ങ് കഴിച്ചു. ബാക്കി പറഞ്ഞാൽ ഞാൻ അവന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെളിയിലെല്ലാം ഇറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടന്നു. കഴിച്ചെല്ലാം തയ്ക്കാൻ വേണ്ടി വരാന്റെ കൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് റൂമിന്റെ അകത്ത് വേറൊരു സാധനം ഇരിക്കുന്ന ഞാൻ ഓർത്തത്. അതെടുത്ത് വരാതെ വന്ന ആരെ ശ്രദ്ധ പറ്റുന്നതിൽ മനസ്സിലായപ്പോൾ കുറച്ചേരം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പേഷ്യൻസിനെ ബസ് സ്റ്റാൻഡറിനൊക്കെ നോക്കി കഴിച്ചും കുറച്ചൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഇറങ്ങിപ്പോകാൻ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം അതിന്റെ ഇടയ്ക്കൊക്കെ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചാച്ചന്റെ കുറെ റെസിപ്റ്റും മരുന്നും എക്സ്റേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് നോക്കി. സാറമ്മേ, ആ എക്സ്റേ ഒക്കെ എടുത്ത് ചുരുട്ടി കൂട്ടി വിഴുങ്ങല്ലോ മോളെ. അതുപോലെ ഹോസ്പിറ്റലാണ്, അവിടെയും എവിടെയും ഒക്കെ ബ്ലഡ് ബാഗ് ഒക്കെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. മുന്തിരി ജ്യൂസ് ആണെന്ന് കരുതി എടുത്ത് കുടിച്ചേക്കരുത്. എനിക്ക് അതൊന്നല്ലേ പേടി. വിശപ്പ് മാറുന്നില്ല എന്നും പറഞ്ഞ് ഇവിടെ ചാച്ചനെടുത്ത് വിഴുങ്ങുമോ എന്നാണ് എന്റെ പേടി. ചാച്ചനാണെങ്കിലും ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ കിടപ്പാണ്. ഇവളെടുത്തത് വിഴുകി കഴിച്ചാണെങ്കിലേ കയ്യും കാലിട്ട് അടിക്കാൻ പോലും പറ്റൂല. ബാക്കിയുണ്ടോക്കെ എന്തായാലും മനുഷ്യന്മാർ കിടക്കുന്നിടത്ത് ഒരു ഓറഞ്ച് എടുക്കുന്നു. അവിടെ നിന്ന് അതും എടുത്ത് നേരെ റൂമിൽ പോയി മണപ്പിച്ച് നോക്കി. വ്യാജനല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഞാൻ തുറന്നു വിളിക്കാനും കണ്ണിൻ്റെ ഇടയിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ എണ്ണി നോക്കിയപ്പോൾ 8 എണ്ണമാണ് എൻ്റെ അളവിൽ. അപ്പം ഞാൻ എക്സ്ട്രാ വന്നങ്ങ് കഴിച്ചിട്ട് പിന്നെ ഇരുന്ന് നോക്കിയപ്പോൾ 8 എണ്ണം തന്നെ. അപ്പോൾ അതിൽ നേരെ അപ്പോൾ ആദ്യം ഒരെണ്ണം എടുത്ത് ചാച്ചൻ്റെ വായിൽ വെള്ളം വെച്ചിട്ട് ഞാൻ ബാക്കി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. പുളി ഉണ്ടായിരുന്നു, എനിക്കത് വിഷയമല്ലെന്ന് ചാച്ചനൊന്നും പറ്റത്തില്ല. പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ അതാണ്ട് ഉപ്പ് ബിസ്ക്കറ്റ് ഇരിക്കുന്നത്. അതിന് ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് ബാക്കി ഒരെണ്ണം ഞാൻ ചാച്ചന് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ആ മരുന്നെങ്കിലും ചാച്ചന് ബാക്കി വെച്ചേക്കണേ മോളെ. 4 നേരവും എടുത്ത് കൊടുത്തേക്കണേ. അതും കൂടി എടുത്ത് കഴിച്ചേക്കല്ലേ. എന്തായാലേ ഇതിപ്പോ ഹോസ്പിറ്റൽ ബില്ലിനേക്കാളും ഇവള് ഫുഡ് കഴിച്ചതിന് ബില്ലായിരിക്കും കൂടുതൽ വരാൻ പോകുന്നത്. അജാതി കഴുപ്പല്ലേ. ബാക്കി ഉണ്ടോക്കാം. ഗൈസ്, മാനസികമായി വളരെ വിഷമത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ചാച്ചനൊന്നും കൊടുക്കാതെ ഞാനെല്ലാം കഴിക്കുന്നു എന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ തെളിവെടുപ്പ് ഞാൻ ഇപ്പൊ എടുക്കാം. ചാച്ചാ, ചാച്ചന് ഞാൻ ആഹാരം തരുന്നില്ലേ? കേട്ടല്ലോ, ഞാൻ അത്ര ക്രൂരൊന്നുമില്ല. ചാച്ചന് ആഹാരം കൊടുക്കാറുണ്ട്. ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം കാണിച്ച ആ സെയിം ഫ്രൂട്ട് തന്നെ എടുത്ത് കഴിക്കാമെന്ന് വെച്ചു. ചാച്ചന് ആ ഫ്രൂട്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചാച്ചന് ആ ഫ്രൂട്ട് കൊടുക്കാത്തത്. അങ്ങനെ ഇന്നപ്പോഴേ കുറച്ച് മാങ്ങ വെട്ടി വെച്ച കാര്യം ഓർത്ത്. അപ്പൊ അതെടുത്തിട്ട് അതിനൊരു പീസ് ചാച്ചന് കൊടുത്തേച്ച് ബാക്കി ഇരുന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ നിന്ന് ഞാനൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളെ കാണിക്കാം. സൂപ്പറാ ഗൈസ്, 300 രൂപ വിലയുള്ളൂ. ഞാൻ എന്നിട്ട് അതൊക്കെ ഇട്ട് ഒരു റാമ്പൊക്കെ നടത്തി. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട് സെറ്റ് ഭയങ്കര അടിപൊളി, ഇടാൻ നല്ല സുഖമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ചിക്കൻ കറി ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒത്തിരി വർണ്ണിക്കേണ്ട ആവശ്യമില്ലല്ലോ. റിംഗ് ലൈറ്റും സ്റ്റാൻഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാന്റൊക്കെ ഞാൻ കാലുമൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് അതിലും വിഷമം ഒരു കാര്യം, വരുന്നൊരു പോകുന്നവരൊക്കെ എന്താ ചാച്ചന് ഈ ഫ്രൂട്ട്സ് കൊണ്ടുവരും. ചാച്ചന് വിറ്റാമിൻസ് ഒക്കെ ഫ്രൂട്ട്സ് വഴി കിട്ടുന്നുണ്ട്. ചാച്ചന് അൽഫാം, മന്തി, പിന്നെ KFC അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനാണ് ഡോക്ടർ കൂടുതൽ റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ വരുന്നവർ അങ്ങനെയൊക്കെയുള്ള സാധനം കൊണ്ടുവരും. ഏതായാലും അതിന് ഒരു ഓറഞ്ച് എടുത്ത് കഴിക്കാന്ന് വിചാരിച്ച പെണ്ണ് നോക്കിയപ്പോൾ കൂടുതലുണ്ട്. എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചു. ചാച്ചന് കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ ചാച്ചൻ കിടന്ന് ഉറങ്ങി. എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞാൻ തന്നെ അങ്ങ് കഴിക്കാന്ന്. ഇടയ്ക്ക് നോക്കിയപ്പോൾ ചാച്ചൻ കണ്ണു തുറക്കുന്ന പോലെ തോന്നി. ചാച്ചന് കൊടുക്കാതിരിക്കാൻ ശരിയല്ല, അതുകൊണ്ട് ഞാൻ തന്നെ മൊത്തം അങ്ങ് കഴിച്ചു. അങ്ങനെ ആ ദിവസം എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. ഏതായാലും ഇന്നിനി വേറെ പരിപാടിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, കിടന്ന് ഉറങ്ങാൻ പോവാ. കടന്നത് ശരിയാത്തോണ്ട് പിന്നെ ഞാൻ അങ്ങ് എണ്ണീറ്റിട്ട് കമ്മന്നങ്ങ് കടന്നു. ഗൈസ്, ഓക്കെ ബൈ. എന്തൊക്കെ കാണണല്ലേ. എന്തായാലും ചാച്ചിന് കുഴിമന്തിയും അൽഫാമും റെഫർ ചെയ്ത ആ ഡോക്ടറെ കാണുന്നുണ്ട്. സാറാമ്മ, ആ ഡോക്ടറെ ഡീറ്റെയിൽസ് ഒന്ന് തരണേ. ഭാവിയിൽ ചിലപ്പോൾ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സാറാമ്മന്റെ ലൈഫാണ് മക്കളെ ലൈഫ്. എന്നെ ഒരു വൈബാന്നേ, ഒരു ബോറടി ഇല്ലാത്തൊരു ജീവിതം. അതിന് ബോറടിക്കാൻ സമയം ഉണ്ടായിട്ട് വേണ്ടേ. ഫുൾ ടൈം തീറ്റയല്ലേ. പിന്നെ റാമ്പ് വാക്ക്, ഗെറ്റ് റെഡി വിത്ത് മീ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സുഖ ജീവിതം തന്നെ അല്ലേ. അങ്ങനെ നമ്മൾ ചാച്ചനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു, സർജറിക്ക് കയറ്റുന്നത് കണ്ടു, അഡ്മിറ്റ് ആയി റൂമിൽ കിടക്കുന്നത് കണ്ടു. ഇത്രയും കണ്ട സ്ഥിതിക്ക് ഇനി ചാച്ചനെ ഡിസ്ചാർജ് ആക്കുന്നത് കണ്ടില്ലെങ്കിലും മോശമല്ല. അപ്പൊ അതും കൂടെ കണ്ട് നമുക്ക് നിർത്താം. ഒരാഴ്ചത്തെ അർമാദത്തിന് ശേഷം ചാച്ചനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുവാണ്. കല്യാണത്തലേന്റെ ലാഘവത്തോടാണ് എല്ലാവരും ഇരുന്ന് കഥ പറയുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ചേച്ചിയുടെ കാതി ശ്രദ്ധിച്ചത്. ഒരു മാല ഓർക്കാനുള്ള മുത്താ കമ്മല്ലോ. അരമണിക്കൂറായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ചാച്ചന്റെ മയിൽവാഹനത്തിലാണ് നമ്മൾ ചാച്ചനെ കൊണ്ടുപോകുന്നത്. റൂം വെക്കേറ്റ് ചെയ്യാൻ 2 മിനിറ്റും കൂടെ ഉണ്ട്. ആ പൈസ അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ച് പിന്നെ അവിടെ നിന്ന് കഥ പറയണം. അവസാനം 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചനുള്ള സ്ട്രക്ചർ വന്നു. ഇതിലാണ് ചാച്ചനെ കൊണ്ടുപോകുന്നത്. ഇനി ഒടയാത്ത ഒരു കാലും ഒരു അര കൈ മാത്രമേ ചാച്ചന് ബാക്കിയുള്ളൂ. അതുകൊണ്ട് ചാച്ചൻ തന്നെ കയറുന്നതായിരിക്കും ചാച്ചന് നല്ലത്. ഈ ഇറക്കിക്കൊണ്ട് പോയപ്പോ എന്റെ മനസ്സിൽ വന്നത് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്നതാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ബ്ലോഗറാന്ന് അറിഞ്ഞിട്ട് ചേട്ടനാണ് ചാച്ചനെ ഉന്താതെ അവിടെ ആണെങ്കിൽ ചാരി അങ്ങ് നിന്നു. ചേട്ടനെ പറ്റി 2 വാക്ക് പൂഴ്ത്തി പറയാനാ ചേട്ടൻ അവിടെ നിന്നോണ്ട് പറയുന്നത്. അങ്ങനെ അവിടുത്തെ കഥാപ്രസംഗവും മിമിക്രിയൊക്കെ കഴിഞ്ഞിട്ട് ചാച്ചനെ നേരെ ലിഫ്റ്റിന് താഴോട്ട് കൊണ്ടുപോകാൻ പോവാണ്. അങ്ങനെ ചാച്ചനെ കൊണ്ട് താഴെ എത്തി. ഇതാണ് ജോബിച്ചന്റെ മയിൽവാഹനം. എല്ലാരും ഉണ്ടല്ലോ, കണ്ടില്ലേ സാർ, വേലായുധനെ യാത്രയാക്കാൻ മുള്ളംകൊല്ലി മുഴുവൻ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല. കലപ്പറ്റ ചാച്ച കംഫർട്ടബിൾ അല്ലേ? വളരെ വളരെ കംഫർട്ടബിൾ ആണ്. എന്നെ കൊണ്ട് പേഷ്യന്റ് ആകട്ടെ. ഞാൻ നീണ്ട യാത്രയ്ക്ക് ശേഷം വീടെത്താറായി ഗായ്സ്. ഇതാണ് നമ്മുടെ വീട്. അങ്ങനെ ചാച്ചനെ ഇറക്കാൻ പോവാണ് ഗായ്സ്.
അങ്ങനെ ചാച്ചന്റെ രാജകീയ ഡിസ്ചാർജ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ആഘോഷമായിട്ട് ഹോസ്പിറ്റലിൽ പോയി വരുന്ന ആൾക്കാരെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എന്തായാലും കൊള്ളാം, നല്ല കിടിലും വ്ളോഗും ബീജിയം ഒക്കെ ആയിട്ട് ട്രോള് വേറെ ലെവലായിട്ടുണ്ട്. ഇങ്ങനെ ഫണ്ടായ ഹോസ്പിറ്റൽ വ്ളോഗുകൾ കാണുമ്പോൾ അതിൻ്റെതായ ഒരു മൂഡിൽ എടുക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത്തരത്തിലുള്ള വ്ളോഗുകൾ എടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാകും. ഞാൻ ഓഡിയൻസിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഹോസ്പിറ്റൽ കേസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നെഞ്ചത്ത് ആദ്യമായി നടക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗവും, അല്ലേ? സോ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണ് സാറ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ റീല് കണ്ടിട്ട് സാറയും ചാച്ചന്റെ കുടുംബവും ഫുൾ ടൈം ഇങ്ങനെ ചില്ലായി വൈബായിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്നിരുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഈ ആക്സിഡന്റും ഹോസ്പിറ്റൽ കേസും ഒക്കെ ആവുമ്പോൾ ആർക്കാരും നല്ല ടെൻഷനൊക്കെ ഉണ്ടാവും. പിന്നെ വലിയ സീരിയസ് അല്ല എന്ന് അറിയുമ്പോൾ ടെൻഷൻ കുറയും. അങ്ങനെയുള്ള മൊമെന്റിലായിരിക്കും സാർ എങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. ഇനി സീരിയസ് കേസ് ആയിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എങ്കിൽ ഇങ്ങനെയുള്ള വ്ളോഗുകളൊന്നും എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇപ്പൊ സാറേ ഒരു ഡിഫിക്കൽട്ട് മൊമെന്റിലും ചാച്ചനെ മാക്സിമം ഹാപ്പിക്ക് ആക്കി ഇരുത്താൻ വേണ്ടിയായിരിക്കണം ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി. പിന്നെ എല്ലാവർക്കും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ അറിയാം. എനിക്കൊന്നും ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെയൊന്നും വ്ളോഗ് ചെയ്യാൻ കഴിയൂല. അതിപ്പോ സീരിയസ് കേസ് ആണെങ്കിലും അല്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയൂല. ഓരോരുത്തർക്കും ഓരോ വൈബായിരിക്കല്ലോ. പിന്നെ സാറ് ഫുഡ് കഴിക്കുന്നതൊക്കെ വ്ളോഗിന് വേണ്ടി ചെയ്തതാവാനേ സാധ്യതയുള്ളൂ. അല്ലാതെ ഒന്നും ചാച്ചന് കൊടുക്കാതെ എല്ലാം വിട്ട് വീങ്ങിന്നൊന്നും വിശ്വസിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയതിന് വേണമെങ്കിൽ സാറെ വിമർശിക്കാം. അങ്ങനെ വിമർശിക്കുന്നവരുമുണ്ട്. പക്ഷെ സാറുടെയും ചാച്ചന്റെയും ഫാമിലിക്ക് ഇതൊന്നും കുഴപ്പമില്ല എങ്കിൽ പിന്നെ നമുക്ക് അതിൽ എന്തെങ്കിലും പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോസ്പിറ്റലിൽ മറ്റുള്ള രോഗികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഷൂട്ട് ചെയ്ത വ്ളോഗല്ലേ. സോ അങ്ങനെ നോക്കിയാലും കുറ്റം പറയാനൊന്നും ഇല്ലല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പേഴ്സണൽ മൊമെന്റ്സ് എല്ലാം വ്ളോഗ് ആക്കി ഇടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് നാളെ എല്ലാവരും കൂടി ഹോസ്പിറ്റൽ വ്ളോഗ് എടുക്കാൻ നിൽക്കണ്ട. എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലാവുമ്പോൾ എല്ലാവരും ഇങ്ങനെ വ്ളോഗ് എടുക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആവണമെന്നില്ല. ഓരോ സാഹചര്യത്തിനനുസരിച്ച് യുക്തിപൂർവ്വം ഇതൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.